ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വാക്കിങ്ങിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, വാക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിലെ മെയിൻ ഇമ്പോർട്ടൻസ് ആണ് പറഞ്ഞു തരാൻ പോകുന്നത്. ബേസിക് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി നടക്കാൻ പോകുന്നതിലൂടെ നമ്മുടെ വെയിറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മുടെ എക്സസ് കാലറീസിനൊക്കെ ബേൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തൊരു മെയിൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാലം നല്ല ഹെൽത്തിയർ ആയിട്ട് ജീവിക്കാനായിട്ട് പറ്റും. അതായത് ഒരുപാട് അസുഖങ്ങൾ വരാതെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും ഒരു ബേസിക് തിങ് ആണ് ഡെയിലി ബേസിസിൽ വാക്കിങ്ങിന് പോവുക എന്നത്. ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ ലെവൽസിനെ മാനേജ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ബ്ലഡ് ഷുഗേഴ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ലെഗ്സ് ഒക്കെ ടോൺഡ് ആക്കി നല്ല ബ്യൂട്ടിഫുൾ ലെഗ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമുക്കറിയാം, ചില ഡ്രസ്സൊക്കെ ഇടാനായിട്ട് നമുക്ക് കുറച്ച് ഇൻസെക്യൂരിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ലെഗ് കുറച്ച് ബൾക്കി ആണെന്നുണ്ടെങ്കിൽ. അപ്പം ഡെയിലി നിങ്ങൾ നടക്കാൻ പോകുമ്പോൾ നമ്മുടെ ലെഗ് ഒക്കെ നല്ല ടോൺഡ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ മൂഡ് സ്വിങ്സ് ഒക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ഇതേപോലെ തന്നെയാണ് രാവിലെ നമ്മൾ വാക്കിങ്ങിന് പോകുന്നതിലൂടെ നമുക്ക് കൂടുതലായിട്ട് വൈറ്റമിൻ ഡി ഒക്കെ കിട്ടാനും നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതേപോലെ തന്നെയാണ് നമുക്ക് ഡെയിലി ബേസിസിൽ വാക്കിങ്, പ്രത്യേകിച്ച് രാവിലെ വാക്ക് ചെയ്യാനായിട്ട് പോകുമ്പോൾ നമുക്ക് കുറച്ചൊന്ന് ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യാനായിട്ടൊക്കെ പറ്റുന്നതാണ്. ഇത് നമ്മുടെ ലൈഫ് കുറച്ചുകൂടെ സ്മൂത്തർ ആക്കാനായിട്ടും കുറച്ചുകൂടെ അടിപൊളിയാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം നിങ്ങൾ ഡെയിലി ബേസിസിൽ അറ്റ്ലീസ്റ്റ് ഒരു 30 മിനിറ്റ്സ് എങ്കിലും നടക്കാൻ പോകാനായിട്ട് ശ്രദ്ധിക്കുക. താങ്ക്